പരിശീലകൻ വി പി ഷാജി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി പി ഷാജി, ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് ലഭ്യമാകുമോ? എനിക്ക് തോന്നുന്നത് എല്ലാവരും വളരെ നിരാശയിൽ തന്നെയാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായാലും ഇന്ത്യയിൽ മൊത്തമുള്ള ജനങ്ങൾ മൊത്തം മെസ്സി കേരളത്തിൽ വരുന്ന ഇന്ത്യയിൽ വരുന്ന ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഫുട്ബോൾ പ്രേമികൾക്കും കളിക്കാർക്കും ഒക്കെ മെസ്സിയുടെ കളിയും അർജന്റീനയുടെ കളിയും കാണാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് നഷ്ടമായി എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. എന്നാലും ഒരു വർഷത്തോളമായി എല്ലാവരും ഏറ്റുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് മെസ്സി വരുന്നില്ല എന്ന ഒരു കാര്യം അറിഞ്ഞതോടുകൂടിയിട്ട് വളരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീ വി പി ഷാജി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നേരത്തെ വി ടി ബൽറാം ഒക്കെ പറഞ്ഞതുപോലെ ഈ നമ്പർ 1 ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരു ടീമിനെ കളിപ്പിക്കാനുള്ള സൗകര്യം, ഈ ട്രാക്ക് ഉൾപ്പെടെയുള്ള സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ച് അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? അതെ, ഇതുപോലെയുള്ള അർജന്റീനയെ പോലെ വേൾഡ് ചാമ്പ്യൻസ് ആയാലും യൂറോപ്യൻ ടീംസ് ആയാലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. ആ സ്റ്റേഡിയത്തിന് ഇന്ന കാര്യങ്ങളിലും തന്നെയല്ല. അവരെ പ്രാക്ടീസ് ഗ്രൗണ്ട് തൊട്ട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും വാഹനത്തിനുള്ള സൗകര്യവും ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ഒരു സ്റ്റേഡിയം കൂടി ഉണ്ടാവും. എന്തായാലും ഇത് ഏറ്റവും ചെലവേറിയ ഒരു സംരംഭമായിരുന്നു. അപ്പം അത് നടന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ആൾക്കാരെ എതിർത്തുണ്ടാവാം. ഇത്രയും പൈസ എന്തിന് ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുകൊണ്ട് ചെലവാക്കുന്നു എന്നുള്ളതും ഉണ്ടാവാം. അപ്പം ഇതെല്ലാം കൂടി ഇപ്പം കായിക പ്രേമികളും ഫുട്ബോൾ പ്രേമികളൊക്കെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും മെസ്സിയെ കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും ഇതിനാണ് ഇരുന്നത്. അപ്പം ആ ഒരു കാര്യം ഇല്ലാതെ ഉള്ള ഒരു ന്യൂസ് വന്നതോടുകൂടിയിട്ട് ആകെ നിരാശയിലാണ്.